മോള് സായു ലക്ഷ്മിനെ എപ്പോഴും വരാൻ അവരെപ്പം വരാന്ന് പറഞ്ഞു. എൻ്റെ അച്ഛ ഞാൻ ഇന്നലെ തൊട്ടായി വിളിക്കാൻ ഫോൺ എടുക്കണില്ല. അന്ന് വിളിച്ചത് വരാന്നാ പറഞ്ഞേ. അറിഞ്ഞൂടെ ചോദിച്ചു നോക്കണം ഒന്നും കൂടെ വിളിച്ചിട്ട്. അതിന് ഫോൺ എടുക്കണ്ടേ? അതെ, നിങ്ങൾക്ക് ചായ ഒന്നും വേണ്ടി? സായു, വൈശാലി എവിടെ? ചേച്ചി റൂമിലാന്ന് തോന്നുന്നു. അറിഞ്ഞൂടെ, ഞാൻ വന്നപ്പോൾ ഇവിടെ കണ്ടില്ലായിരുന്നു. ഫ്രഷ് ആവായിരിക്കും. നീ പോയി അവിടെ വിളിച്ചിട്ട് വാ, ഫുഡ് കഴിക്കണം. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. അമ്മ ഫുഡ് എടുത്ത് വെക്കുന്നു. എടി ചേച്ചി, ഫുഡ് കഴിക്കാൻ വാ, അമ്മ വിളിക്കുന്നുണ്ട്. ഞാൻ വരുവാന്ന് നടന്നു. പിന്നെ അവർ വിളിച്ചായിരുന്നു. ജസ്റ്റ് 2 ഫോൺ എടുക്കുന്നില്ല, അപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ വിളിച്ചു നോക്കിയതാ, എടുക്കുന്നില്ല 2 കുരുപ്പങ്ങളും. വന്നിരിക്കും, ഫുഡ് എടുക്കാം. അച്ഛൻ എങ്ങോട്ടെങ്കിലും പോകാൻ റെഡി ആയിരിക്കുകയാണോ? അതേ മോളെ, കമ്പ്യൂട്ടറിലേക്ക് ഒന്ന് പോകണം. എൻ്റെ കല്യാണത്തിരക്കൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കമ്പ്യൂട്ടർ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നു. പിന്നോട് പറഞ്ഞു എല്ലാ കാര്യം ശരിയായിട്ട് വരാമെന്ന് കരുതി. ഏട്ടാ, ശരത്തേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ നാളെ എത്തുമെന്ന്. വിവേകിന് ലീവ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ നാളെ വരുമെന്ന് പറഞ്ഞു. ആണ്, ഇന്നും ഷാമി ചെയ്യുന്ന ഈവനിങ് എത്തുമെന്ന് പറഞ്ഞു. അച്ഛാ, സച്ച് എവിടെ? ഞാൻ കുറേ നേരം അവനെ നോക്കൂ, അവനെ കാണുന്നില്ല ഇവിടെ. ഞാൻ എവിടെ പോയി? സച്ച് ടൗണിൽ പോയിരിക്കുവാണല്ലോ. നിനക്കെതിനാണ്? ആണോ? അവനെന്ന് ടൗണിൽ പോയി. അപ്പോൾ കണ്ണനും കാശിയേട്ടനും അവിടെ പോയി. ഇവരെവിടെ പോയി കിടക്കും അച്ഛാ? ഇതടിച്ചായ ഉണ്ണിതടിച്ചായ. അല്ല, കണ്ണനും കാശിയും എവിടെ പോയി? എഴുന്നേറ്റില്ലേ? ഇവരെവിടെ പോയി കിടക്കുക? അതൊന്നും ഞാനും ചോദിക്കട്ടെ. ഇവരെവിടെ പോയി കിടക്കണം? സച്ച് ടൗണിൽ പോയി എന്ന് പറഞ്ഞു. ഇവരെവിടെ? സച്ചിനോട് ഞാനാ പറഞ്ഞ ടൗണിൽ പോകാൻ കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഇവരിനി എവിടെ പോയി എനിക്കറിഞ്ഞൂടാ. റൂമിൽ കാണുമായിരിക്കും. നീ കണ്ടില്ല അപ്പോൾ റൂമിൽ? അല്ല, ഞാൻ കണ്ടില്ല. ഞാൻ റൂമിൽ പോയാലും ഞാൻ നേരെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന്. പിന്നെ കല്ലുവാറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരിന്ന് എത്തുമെന്നാ പറഞ്ഞു. ആടാ, എന്നാൽ നീ അവർ വിളിച്ചിട്ട് വാ. ചായ കുടിച്ചിട്ട് ബാക്കി കാര്യം നോക്കണ്ടേ? ഇനി ദിവസങ്ങളൊന്നും ഇല്ല കല്യാണത്തിന്. കുറച്ച് ദിവസമേ ഉള്ളൂ. പെട്ടെന്നെല്ലാം എന്താക്കണ്ടേ? എൻ്റെ ലക്ഷ്മി തിരക്ക് പോട്ടിട്ട് ഇനിയും ടൈമുണ്ട്. ടൈമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നു. ഞാൻ കിച്ചണിലേക്ക് പോവുക. നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യും? അച്ഛനും അമ്മയോട് എന്തെങ്കിലും ചെയ്യും. ഞാൻ പോയി കാശിയേട്ടനെയും കണ്ണിനെയും നോക്കട്ടെ. എടാ, നീ ഇവിടെ എന്ത് ചെയ്യുക? അമ്മ വിളിക്കുന്നുണ്ട് താഴോട്ട് ചായ കുടിക്കാൻ പറഞ്ഞിട്ട്. കാശിയേട്ടൻ അവിടെ പോയി. ഞാനിപ്പോൾ എന്നാ ചെയ്യണം? ഞാൻ വെറുതെ ഇരിക്കുക. പിന്നെ കാശിയേട്ടൻ്റെ കാര്യം എനിക്കറിയില്ല. ചിലപ്പോൾ കമ്പനി കാര്യങ്ങൾ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ അറിഞ്ഞൂടാ. പെട്ടെന്ന് വാ, ചായ കുടിക്കണ്ടേ? ചായ കുടിച്ചിട്ട് വേണം നമുക്ക് ബാക്കി കാര്യം സെറ്റാക്കാൻ പോകാൻ. ഡ്രസ്സിൻ്റെ കാര്യം സെറ്റാക്കാൻ കുറേ കാര്യങ്ങളില്ല. ഫുഡിൻ്റെ കാര്യം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് വാ. ഹലോ, എന്താ വിളിച്ചത്? അതുമില്ല സാർ, ന്യൂ സ്റ്റാഫിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ സ്റ്റാഫ് നാളെ വരാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സാറിൻ്റെ മാരേജൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ സാറിന് കമ്പനിയിലേക്ക് വരാൻ പറ്റില്ലല്ലോ. അതാ വിളിച്ച് പറയാതെ കരുതി. എന്നാൽ നീ അവരോട് പറയും 2 വീക്ക് കഴിഞ്ഞിട്ട് വരാം. എന്തായാലും എനിക്ക് നാളെ ഒന്നും കമ്പനിയിലേക്ക് വരാനേ പറ്റില്ല. എന്തായാലും ഒരു സംസാരം എടുത്താണ് വിളിച്ചത്. എന്നാൽ നീ അങ്ങനെ പറഞ്ഞാൽ മതി. അവരോട് 2 വീക്ക് കഴിഞ്ഞിട്ട് വരാൻ പറയും. ഓക്കെ സാർ, ഞാൻ പറയാം വിളിച്ച്. വൈശാലി ഒന്നും അല്ലടാ, പിയെ വിളിച്ചതാ. ന്യൂ സ്റ്റാഫിൻ്റെ കാര്യം പറഞ്ഞില്ലേ? അവർ നാളെ വരാമെന്നാണ് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു നാളെ വരണ്ടെന്ന് പറയും. 2 വീക്ക് കഴിഞ്ഞിട്ട് വരാൻ പറയും. നാളെ എന്തായാലും പോകാൻ പറ്റില്ല നമുക്ക്. അതാണ് എന്നാ നമുക്ക് പോയി ചായ കുടിക്കാം. അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. അമ്മ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കും. ഇനി ടൈമില്ലാന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാവാ പോവാ. നിങ്ങൾ എപ്പോഴാണ് ചായ കുടിക്കാൻ വരുന്നത്? ഫുഡ് കഴിക്കാണ്ടായിരുന്നത്? അതെയല്ലോ. എന്നപ്പോൾ ചായ വേണ്ട, ഫുഡ് എടുത്താൽ മതി. അമ്മ ഫുഡ് എടുത്താൽ മതി കേട്ടോ. നീ എന്നാ വന്നിരിക്കും എല്ലാവരും ഫുഡ് എടുക്കാൻ.